IS ഭീകരവാദിക്ക് നിയമക്കുരുക്കുമുറുക്കി NIA. സുഭാനി ഹാജ മൊയ്തീന്റെ ശിക്ഷ ഇളവ് നൽകിയതിനെതിരെ NIA സുപ്രീം കോടതിയിലേക്ക് ജീവപര്യന്തം 10 വർഷമായി ഹൈക്കോടതി കുറിച്ചിരുന്നു. 2015 ഇയാൾ തുർക്കി വഴി ഇറാഖിലെത്തി ISലെത്തിയത്. കൊച്ചി NIA കോടതി ജീവപര്യന്തം ശിക്ഷിച്ചെങ്കിലും ഇളവ് പ്രകാരം 2026 ജയിൽ മോചനം നേടിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം ശിവകാശിയിൽ നിന്നും മറ്റും സ്ഫോടക വസ്തുക്കൾ വാങ്ങി ഇയാൾ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുക പലയിടത്തുമെന്ന് ഇയാൾ കൃത്യമായി ആസൂത്രണം ചെയ്തതായുമുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. ഇത്തരത്തിലൊരു കൊടും ഭീകരനാണ് ശിക്ഷ ഇളവ് നൽകിയതെന്നൊരു സുപ്രധാനമായ വിവരം കൂടി ഇവിടെ ഉണ്ട്. ദേവിക പറഞ്ഞതുപോലെ തന്നെ കൊടും ഭീകരവാദി അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരാൾ, അത്തരത്തിലുള്ള ഒരാൾക്ക് തന്നെയായിരുന്നു കൊച്ചിയിലെ പ്രത്യേക NIA കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ആ തടവ് ശിക്ഷ വിധിച്ച ആൾ പിന്നീട് 9 വർഷം നിലവിൽ ജയിൽവാസം പൂർത്തിയാക്കി റിമാൻഡ് തടവിൽ ഉൾപ്പെടെയായിരുന്നു തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് ഇയാളുടെ ശിക്ഷ 10 വർഷമായി ചുരുക്കിയത്. അതായത് ജീവപര്യന്തം എന്നത് 10 വർഷമായി ചുരുക്കിക്കൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നത്. ഈ ഉത്തരവിനെതിരെ ശക്തമായ തെളിവുകൾ മുൻനിർത്തി തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി. കാരണം ഇത്തരത്തിൽ കൊടും ഭീകരവാദികൾ ജയിൽ മോചിതരായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകരുത് എന്നതുകൊണ്ട് തന്നെ നേരത്തെ ശേഖരിച്ച പ്രധാനപ്പെട്ട തെളിവുകൾ, പ്രത്യേകിച്ച് ശാസ്ത്രീയ തെളിവുകൾ അടക്കം NIA ശേഖരിച്ചിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ ശേഖരിച്ചിരുന്നു. ആ മൊബൈൽ ഫോൺ പരിശോധന, സുബ്ഹാനി ഹാജ മൊയ്തീന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. ഒപ്പം തന്നെ ഇയാളുടെ വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ശാസ്ത്രീയ പരിശോധനകൾ നടത്തി. അതിലാണ് ആയുധ പരിശീലനങ്ങൾ നേടുന്നതിനടക്കം പോകുമ്പോൾ ആ വസ്ത്രം ഉപയോഗിച്ചിരുന്നു. തുർക്കിയിൽ ഇറാഖിൽ വെച്ച് ISന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നപ്പോൾ ഇത്തരത്തിൽ അത് ഉപയോഗിച്ചിരുന്നു. ആ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത് എന്നതടക്കം കൃത്യമായ ശാസ്ത്രീയ തെളിവുകളിലൂടെ കണ്ടെത്താൻ NIAക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ അന്നത്തെ ആളുടെ പ്രായം, ഒപ്പം തന്നെ സുബ്ഹാനി ഹാജിയുടെ പ്രായം, 9 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞത് എല്ലാം കണക്കാക്കിക്കൊണ്ടായിരുന്നു ഇയാളുടെ ആവശ്യം, തന്റെ ശിക്ഷ ഇളവ് ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചത്. എന്നാൽ അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദി ഈ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ജയിൽ മോചിതനാകുന്ന സാഹചര്യം അത് തെറ്റായ സന്ദേശമാണ് നൽകുക. മാത്രമല്ല, കേരളം ഭീകരവാദത്തിന്റെ ഹബ്ബായി മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിന് തുടക്കം കുറിച്ചത് 2010 കാലഘട്ടം മുതലായിരുന്നു ഇത്തരത്തിൽ. അങ്ങനെയാണ് 2015 സുബ്ഹാനി കൂടി ഭീകരവാദത്തിന്റെ ഭാഗമായി മാറി ഇറാഖിലേക്ക് കടക്കുന്നത്. ഇറാഖിലേക്ക് കടന്നതിന് ശേഷം അവിടെ ഏറെനാൾ ISന്റെ ഭാഗമായി പ്രവർത്തിച്ചു. പിന്നീട് ഒരു യുദ്ധത്തിൽ, അതായത് അവിടെയുള്ള രാജ്യത്തിന്റെ സർക്കാരിനെതിരെ നടത്തിയ യുദ്ധത്തിൽ ആണ് ഈ ഭീകരവാദി സംഘാംഗത്തിന് പരിക്ക് പറ്റുന്നത്. അങ്ങനെ ഗുരുതരമായി പരിക്ക് പറ്റിയ ഘട്ടത്തിലാണ് ഇയാൾ തിരികെ നാട്ടിലേക്ക് എത്തുന്നതും. നേരത്തെ തന്നെ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരുന്ന NIA ഇയാളെ പിടികൂടുകയും എല്ലാം തന്നെ ചെയ്തത്. അങ്ങനെ ഏറ്റവും ശക്തമായ ഒരു നടപടി NIA സ്വീകരിക്കുകയും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ പ്രത്യേക NIA കോടതി 2020 ഇയാൾക്കുള്ള ശിക്ഷ വിധിച്ചു. സുബ്ഹാനി ഹാജ മൊയ്തീനുള്ള ശിക്ഷ വിധിച്ചു. തുടർന്ന് ഇയാൾ അതിനു മുമ്പ് തന്നെ ജയിലിലായിരുന്നു. പിടികൂടപ്പെട്ടപ്പോൾ മുതൽ ജയിലിൽ തുടരുകയായിരുന്നു. ഇയാൾ ഏറ്റവും പ്രധാനമായും ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചു എന്നത് മാത്രമല്ല, വലിയ സ്ഫോടനങ്ങൾക്ക് കൂടി പദ്ധതിയിട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ പല ഘട്ടങ്ങളിലായി അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ തെളിവുകളെല്ലാം മുൻനിർത്തിയുള്ള വാദങ്ങളായിരിക്കും പ്രധാനമായും ഉന്നയിക്കുക. മാത്രമല്ല, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി, ഭീകരവാദ പ്രവർത്തനം നടത്തി, ഏഷ്യൻ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് കോപ്പുകൂട്ടി, യുദ്ധത്തിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ഈ പ്രതിക്കെതിരെ കണ്ടെത്തി. അങ്ങനെയാണ് കുറ്റവാളിയായി തെളിയുകയും എല്ലാം തന്നെ തുടർന്ന് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. ശാസ്ത്രീയ തെളിവുകളുണ്ട്. മൊബൈലിന്റെ സൈബർ സയന്റിഫിക് ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് അടക്കമുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. ഈ തെളിവുകളെല്ലാം മുൻനിർത്തി തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി സുപ്രീം കോടതിയിൽ, നിലവിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ശിക്ഷ കുറച്ചുകൊണ്ടുള്ള 10 വർഷമായി ചുരുക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഈ തെളിവുകളെല്ലാം തന്നെ വീണ്ടും വാദത്തിന് അവിടെ വരികയും ചെയ്യും. അങ്ങനെ ഇത്തരത്തിലുള്ള ആളുകൾ ഭീകരവാദത്തിന്റെ ആസൂത്രകരായി NIA പറയുന്നത് ഇത് വെറും ഒരു ഇളവ് മാത്രമല്ല, ഗുരുതര ഒരു ദേശീയ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനമാണ് എന്നുള്ളതാണ് NIA ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളുമായി NIA മുന്നോട്ട് പോകുന്നത്.
ദേവിക, ഇതിന്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണ് NIA കടന്നിരിക്കുന്നത്. കാരണം ഈ ഒരു പശ്ചാത്തലം കൂടി നോക്കേണ്ടതുണ്ട്. ഇയാൾ പലയിടത്തും സ്ഫോടനങ്ങൾക്കടക്കമുള്ള ആസൂത്രണങ്ങൾ നടത്തി എന്നതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, രാജ്യവിരുദ്ധ പ്രവർത്തനം, രാജ്യത്തിനെതിരെ യുദ്ധം നടത്തുക, മതഭീകരവാദം വളർത്തുക, രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക തുടങ്ങിയ അതിഗുരുതരമായ കുറ്റങ്ങൾ തന്നെയായിരുന്നു ഇയാൾക്കെതിരെ കണ്ടെത്തി കഴിഞ്ഞിരുന്നത്. ഏഷ്യൻ സൗഹൃദ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുക, ഒപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനം, ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളായിരുന്നു തെളിഞ്ഞത്. ആ വകുപ്പുകൾ കൊച്ചി പ്രത്യേക NIA കോടതിയിൽ തെളിഞ്ഞതിനെ തുടർന്നായിരുന്നു ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിക്കുകയും ചെയ്തത്. എന്നാൽ അപ്പീലിൽ ഇയാൾ പ്രധാനമായും വാദിച്ചത് താൻ വർഷങ്ങളായി ജയിലിൽ തുടരുകയാണ്, 9 വർഷമായി ജയിലിൽ കഴിയുന്നു, അതുകൊണ്ട് തന്നെ തന്റെ അന്നത്തെ പ്രായം കൂടി കണക്കാക്കി തനിക്ക് ഇളവ് നൽകണമെന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു കോടതിക്ക് മുന്നിൽ വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ ശിക്ഷ 10 വർഷമായി ചുരുക്കിക്കൊണ്ട് ഉത്തരവ് പുറത്തു വരികയും ചെയ്തത്. എന്നാൽ സുബ്ഹാനിയെ പോലെ ഏറ്റവും കൊടും ഭീകരവാദിയായ ഒരാൾ, അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് രാജ്യത്ത് ഒരു ഇസ്ലാമിക രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച നിരവധി ഭീകരവാദ സംഘടനകളുണ്ട്. അതിന്റെ ഭാഗമായി എന്താണോ IS മുന്നോട്ട് വെച്ച ആശയം, ISന്റെ ഭാഗമായി മറ്റു രാജ്യങ്ങളെ കൂടി മാറ്റുക, ISന്റെ പ്രവിശ്യയുടെ ഭാഗമാക്കി മാറ്റുന്ന ഒരു നീക്കം നടത്തുക, അത് ഏഷ്യൻ രാജ്യങ്ങളടക്കം അവർ ലക്ഷ്യം വെച്ചിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ ചവിട്ടുപടിയായി മാറിയ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറിയ ഒരാളാണ് സുബ്ഹാനി എന്ന് കൃത്യമായി വ്യക്തമായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ജയിൽ മോചിതനാകുന്നത് എന്നതിന്റെ തന്നെയാണ് ഗൗരവം. ആ ഗൗരവം ഒരിക്കൽ കൂടി കോടതിയെ ബോധിപ്പിക്കാനും അത് ഉണ്ടാക്കുന്ന അപകട സാധ്യതകൾ, രാജ്യത്തിനുണ്ടാക്കുന്ന ഭീഷണി, രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ തിരിച്ച് ഇറങ്ങിയതിന് ശേഷവും ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാനുള്ള ഒരു സാധ്യത, കാരണം നേരത്തെ തന്നെ ഭീകരവാദ സംഘടനകളുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. നിരവധി ഭീകരവാദ സംഘടനകളുമായി അടുത്ത് ഇടപഴകിയിട്ടും അവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തതാണ്. പല ഘട്ടങ്ങളിലും അവരുടെ നേതൃസ്ഥാനത്തേക്കെല്ലാം എത്താൻ ശ്രമിച്ചിരുന്ന ആൾ, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി പല യോഗങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഒരാൾ. അങ്ങനെയുള്ള ഒരാൾ ജയിൽ മോചിതനാകുമ്പോൾ അതുണ്ടാക്കുന്ന വലിയ ഭവിഷ്യത്ത് തന്നെയായിരിക്കും സുപ്രീം കോടതിയിൽ ദേശീയ അന്വേഷണ ഏജൻസി ബോധിപ്പിക്കുക. ഒപ്പം ശാസ്ത്രീയ തെളിവുകൾ കൂടിയാകുമ്പോൾ ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് NIA കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിയമ നീക്കങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി ശക്തമാക്കിയിരിക്കുന്നത്. ശരി.